ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, അതിന് 44-ഉം 45-ഉം വചനങ്ങളാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. വയൽ മനുഷ്യഹൃദയമാണ്, ഒളിപ്പിച്ചു വെച്ചത് ദൈവമാണ്. നിധി എന്നത് ദൈവ നന്മകളാണ്. അത് മനുഷ്യൻ തൻ്റെ അധ്വാനം വഴി തിരിച്ചറിയുകയും അത് വീണ്ടെടുക്കുകയും ചെയ്യുന്നു. 45-ാമത്തെ വചനത്തിൽ വീണ്ടും പറയുന്നത്, ഒരു വ്യാപാരി രത്നങ്ങൾ തേടിപ്പോകുന്നു. നല്ല രത്നം കണ്ടപ്പോൾ അയാൾക്കുള്ളതെല്ലാം വിറ്റ് ആ രത്നം അയാൾ സ്വന്തമാക്കുന്നു. രത്നം എന്നത് അമൂല്യമായ ഒരു നിധിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമൂല്യത എന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന നിത്യജീവന്റെ ഉറവയെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഞാനെന്ന വ്യക്തി സ്വന്തമാക്കുവാൻ ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ദൈവിക നന്മയെ, നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നടത്തുന്ന പ്രയാണമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ അവന്റെ കുരിശിന്റെ പുറകെ ഈ പ്രയാണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കാൻ നമുക്ക് അധ്വാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.